സോ ഗൈസ്, ഇതാണ് നമ്മുടെ MJXൻ്റെ 1/12 സ്കെയിലിൽ വരുന്ന RC ബ്രോങ്കോ. നോർമലി ഇതൊരു ക്രോളറാണ്. ആക്ച്വലി ഇതൊരു ഫോർഡിൻ്റെ ഒഫീഷ്യൽ ലൈസൻസോട് കൂടി വരുന്ന ഒരു ക്രോളറാണ്. ഇത്രയും ഭംഗിയുള്ളതെന്ന് വെച്ചാൽ ഇത്രയും ലുക്കും ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. ഈ പറഞ്ഞ പോലെ ഇത്രയും പെർഫെക്ഷനായിട്ട് ഭയങ്കര പെർഫെക്റ്റായിട്ടാണിത് ഇതിന് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. എക്സാക്റ്റ് അതേ നമ്മുടെ ഒറിജിനൽ വരുന്ന RC ബ്രോങ്കോൻ്റെ അതേ ഒരു സെയിം സ്പെക്ക് സെയിം സ്റ്റൈലിൽ തന്നെയാണ് നമ്മുടെ ഈ കാറും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. കാര്യം നമുക്കിപ്പോൾ MJX ഉണ്ട്, ട്രാക്സ് ഉണ്ട്. ഈ പറയുന്ന പോലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ MJXും ട്രാക്സും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്രാക്സിന് കുറച്ച് വില കൂടുതലും MJXന് കുറച്ച് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ, ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് മാരകമായിട്ടുമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളി മെയ്ഡ് ചെയ്തേക്കുന്ന ഒരു കസ്റ്റം, ഇറ്റ്സ് ഭയങ്കര ക്വാളിറ്റിയിലാണ് ഇതെല്ലാം മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലെല്ലാം വരുന്നത് മെറ്റലാണ്. എല്ലാം മെറ്റൽ പാർട്സാണ് ഇതിനകത്ത് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേറെ ഒന്നും മോഡിഫൈ ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ അതിൻ്റെ ഒന്നും കാര്യമില്ല. പിന്നെ അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് ആയിട്ടാണ് സാധനം വരുന്നത്. ഏകദേശം ഒരു 2.5 കിലോ വെയിറ്റ് ഉണ്ട് ഈ ഒരു RC കാറിന് തന്നെ. പിന്നെ വരുന്ന പ്രത്യേകത ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ കളറും പെയിൻറ്റ് ക്വാളിറ്റിയും. ഇത് എനിക്ക് തോന്നുന്നില്ല വേറൊരു RC കാറിൽ ഇത്രയും പെർഫെക്ഷനും ഇത്രയും ഡിസൈനുമായിട്ട് കളറിലും എല്ലാ കാര്യങ്ങളിലും ഇത് വരണ്ടോ എന്ന്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഇതിലും കൂടിയ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വണ്ടികൾ കിട്ടും. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അന്യായ വർത്താണ് ഈ പറഞ്ഞ പോലെ. പിന്നെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണേ ജസ്റ്റ് ഇതൊരു മാഗ്നറ്റിക് സെറ്റപ്പിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇത് രണ്ടും ഇവിടെ മാഗ്നറ്റാണ് തന്നെ. ജസ്റ്റ് നമ്മൾ ഇടുക, ഇത് ഓഫായി. ജസ്റ്റ് തുറക്കാനായിട്ട് അങ്ങനെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്താലും ഇത് വരില്ല, അത്രയും സ്ട്രോങ് ആണ്. അത്യാവശ്യം ബലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ കാണുന്നത്, നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ എല്ലാം വന്നിരിക്കുന്നത് ഒരു മെറ്റലാണ്. മീൻസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റൊരു ഓയിൽ സ്പ്രിങ്ങാണ്, ഓയിൽ സസ്പെൻഷനാണ്. ഈവൻ 4 സസ്പെൻഷനാണെങ്കിലും ഓയിലാണ്. പിന്നെ വരുന്ന അത്യാവശ്യം ടയറെല്ലാം അത്യാവശ്യം നല്ല സോഫ്റ്റാണ് ഈ പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്, ബ്രഷ്ലെസ് മോട്ടറാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്കിത് ബാറ്ററി ഇതിൽ കണക്ട് ചെയ്യാനും ഇത് വരുന്നത് ചാർജ് ചെയ്യാനുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വിഞ്ച് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ആൻറ്റിന വരുന്നത്. അത്രയാണ് ഇതിൻ്റെ ഒരു സ്കെൽട്ടൻ, ഇതിൻ്റെ ഒരു മെക്കാനിക്കലായിട്ട് വരുന്നത്. പിന്നെ അത്യാവശ്യം ഈ പറയുന്ന പോലെ എല്ലാം അത്യാവശ്യം നല്ല ഹെവി ക്വാളിറ്റിയിലാണിത് മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈവൻ ഇതിൻ്റെ എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫുള്ളി വാട്ടർ പ്രൂഫാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം ഇതിൻ്റെ മെയ്ഡ് ചെയ്തിരിക്കുന്ന എല്ലാം വാട്ടർ പ്രൂഫായിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ആക്സിൽ ഇതിൻ്റെ റോഡുകൾ എല്ലാം മെറ്റലാണ് വരുന്നത്. നമ്മൾ സാധാരണ വേറൊരു വണ്ടി മേടിക്കുകയാണെങ്കിൽ ഇതെല്ലാം അത്യാവശ്യം ലോ ക്വാളിറ്റിയിലുള്ള ഐറ്റം ആയിരിക്കും. നമുക്കിതെല്ലാം രണ്ടാമത് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുന്ന അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതെല്ലാം എടുത്ത് നമ്മൾ രണ്ടാമത് മോഡിഫൈ ചെയ്യണം. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ക്വാളിറ്റിയിലാണ് ഈ സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. നമുക്ക് ഈ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ വേറെ യാതൊരു മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പിനി ടയർ കൊടുത്തിട്ടുണ്ട്. എല്ലാം സെയിം ആസ് ലൈക്ക് ഇതിൻ്റെ ഒറിജിനൽ ഫോർഡ് ബ്രോങ്കോ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് കൊടുത്തേക്കണം. പിന്നെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഫോർഡ് ഒഫീഷ്യൽ ലൈസൻസ് വന്നേക്കുണ്ട്. ഒരു ബാഡ്ജിങ് ഉണ്ട്, 2069 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 ടോയ് ഹുക്ക്, ഇതും ഈ വണ്ടി തന്നെ വന്നിരിക്കുന്നതാണ്. പിന്നെ വന്നേക്കുന്നത് ഇവിടെ ബ്രോങ്കോ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ലൈറ്റ്, ഇവിടെ ഇതിനൊരു ലൈറ്റ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഒരു 3 കോമ്പിനേഷനുള്ള ലൈറ്റിങ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കി നോക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഈ പറഞ്ഞ പോലെ ഒന്ന് മേലേക്ക് ഓപ്പൺ ചെയ്തിട്ട്, പിന്നെ ഓൺ സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, അപ്പോൾ ഇത് ഓണായി. അതിൻ്റെ ഒരു
മോട്ടർ വർക്ക് ചെയ്യുന്നൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് ഓണായി കഴിഞ്ഞു. ഇത് ഓണാക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ലൈറ്റ് ലൈറ്റെല്ലാം അത്യാവശ്യം ഫസ്റ്റ് ഓണാക്കുമ്പോൾ തന്നെ വരുന്നതാണ്. പിന്നീട് വന്നേക്കണെയാണ് ഇതിൻ്റെ റിമോട്ട് ഈ പറയുന്ന പോലെ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ആവറേജ് ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ റിമോട്ട് വന്നേക്കണത്. ഈ പറയുന്ന പോലെ റിമോട്ടിൽ കുറച്ച് കൺട്രോൾസ് ഉണ്ട്. സ്റ്റിയറിംഗ് ത്രോട്ടിൽ, ദെൻ ത്രോട്ടിൽ ട്രിമ്മ്, ത്രോട്ടിൽ ഒരു 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ചാനൽ 3 എന്ന് പറഞ്ഞാണ് ലൈറ്റിങ്ങിൻ്റെ വന്നേക്കണത്. പിന്നെ ചാനൽ 4 എക്സ്ട്രാ നമ്മളിപ്പോൾ വിഞ്ചൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് ചാനൽ 4 കൊടുത്തേക്കണത്. പിന്നെ നമ്മുടെ ആക്സലറേഷൻ ഫ്രണ്ട് ബാക്ക് അത് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ റൊട്ടേറ്റിംഗ് ഇതാണെങ്കിലും അത്യാവശ്യം ഈ പറയുന്ന പോലെ വലിയ സീനില്ലാത്ത റിമോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കാനായിട്ട് ജസ്റ്റ് ഓണാക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലൈറ്റിൻ്റെ കാണാൻ പറ്റും. ഫോഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രില്ലിൽ ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ക്യാബിൻ്റെ ഉള്ളിലും വേറെ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മോഡ് മാറ്റാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഇതൊരു മോഡാണ്, ബ്ലിങ്ക് ചെയ്യുന്ന മോഡ്. ഇത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നൊരു മോഡ് വന്നിട്ടുണ്ട്. ദെൻ പിന്നെ വന്നേക്കണ എല്ലാ ലൈറ്റും ബ്ലിങ്ക് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഈ വന്നേക്കണം. പിന്നെ വന്നിരിക്കുന്ന